അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒരാളെ കുറ്റക്കാരനാക്കാനോ അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ന്യായീകരിക്കാനോ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഈ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്നവരും കാണും, ചിലപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നവരും കാണും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഹോം ബേക്കേഴ്സ് ഉൾപ്പെടുന്ന ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണോ യൂട്യൂബിലാണോ എന്ന് അറിയത്തില്ല, ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കസ്റ്റമർ എന്തോ ഒരു സ്വീറ്റ് ഐറ്റംസ് ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി. പക്ഷെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അത് മോശമായ ഐറ്റം ആണെന്ന് അവർക്ക് മനസ്സിലായത്. അവർ തിരിച്ചത് കൊണ്ടുവന്നു കടയിൽ കൊടുത്തു. അത് അവരുടെ അടുത്ത് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് അവർ വീഡിയോ ആയിട്ട് ആ കടയിൽ നിൽക്കുന്ന ഒരു സെയിൽസ്മാന്റെ ഫേസ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ ആ സെയിൽസ്മാന്റെ മുഖത്തുള്ള നിസ്സഹായാവസ്ഥയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയത്. കാരണം എന്ന് വെച്ചാൽ ആ സാധനം മോശമായതാണെന്നുള്ള കാര്യം അവർ അംഗീകരിക്കുന്നുണ്ട്, അതിന്റെ തിരിച്ച് പേയ്മെന്റ് കൊടുക്കാൻ. എന്നാൽ ചോദിക്കും അത് കഴിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അത് രണ്ടാമത്തെ കാര്യമാണ്. എങ്കിൽ തന്നെയും അത് നമ്മൾ വീഡിയോ ആക്കുന്നതിന് മുമ്പ് അവരുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാനോ അല്ലാതെ ഇങ്ങനെങ്കിലും എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള ഒരു കാര്യം നമ്മൾ കാണിക്കണം. ഇപ്പൊ ഒരാളുടെ ജീവൻ തന്നെ പോയത് ആ ഒരു പേരിലല്ലേ? ഒരു വീഡിയോ വന്നതിന്റെ പേരിലാണ് ഒരാളുടെ ജീവൻ പോയത്. ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ വല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ കുറ്റക്കാരനായിട്ട് വന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും അയാൾ ഒരു വീഡിയോ ചെയ്ത് അയാളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അയാൾ ഒരു സാധാരണക്കാരനായതുകൊണ്ട് തന്നെ ഇത്രയും ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോയിൽ താൻ കുറ്റക്കാരനാണെന്ന് കാണുമ്പോൾ ആ ഒരു സംഭവം അയാൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരുടെ മൈൻഡ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഒരു ടൈപ്പ് കസ്റ്റമറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നിപ്പോ കേക്കിന്റെ കാര്യം തന്നെ എടുത്താൽ കേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്ന കസ്റ്റമർ ആയിരിക്കും. കേക്ക് വാങ്ങി അവർ കൊണ്ടുപോയി കട്ട് ചെയ്തു, എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പേയ്മെന്റിന്റെ കാര്യം വരുമ്പോൾ മാത്രം അവരൊന്ന് പുറകോട്ട് പോകും. അപ്പോഴായിരിക്കും കേക്കിന്റെ ടേസ്റ്റ് ഇല്ലായിരുന്നു, കേക്കിന് വെറ്റ്നസ് കുറവായിരുന്നു, അല്ലെങ്കിൽ മധുരം കൂടുതലായിരുന്നു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങ് നിരത്ത്. ഒരു ഹോം ബേക്കറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അവർ മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആവും. അപ്പോൾ പേയ്മെന്റ് കൊടുത്തവരാണെങ്കിൽ തന്നെ അവർ അത് തിരിച്ചു കൊടുക്കും ചിലപ്പം. അല്ലെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് അവർ വാങ്ങിക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥകളിലേക്കൊക്കെ വരും. മറ്റുള്ള ആഹാര സാധനങ്ങളുടെ കൂട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ കേക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്ന് മുറിച്ച് നോക്കി ഒരു പീസ് നമ്മൾ തിന്നിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറ്റം തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു പീസ് മുറിച്ച് മാറ്റി വെച്ച് ആ കേക്ക് തന്ന ആൾക്ക് കൊണ്ടു കൊടുത്ത് അവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അതിന്റെ ടേസ്റ്റിലുള്ള ഡിഫറൻസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ കേക്ക് വാങ്ങിക്കൊണ്ട് പോയി മൊത്തവും തിന്ന് തീർത്ത് കേക്കിന്റെ ബേസ് മാത്രം അധികം വന്നു കഴിയുമ്പോൾ കേക്കിന് ടേസ്റ്റ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് പൈസ കൊടുക്കാതിരിക്കുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല. അതേപോലെ തന്നെ ഒരു ഹാമ്പർ വർക്ക് ചെയ്യുന്ന ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് ഹാമ്പർ സെറ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്ത കസ്റ്റമറാണ്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പേയ്മെന്റ് അവരുടെ നിന്ന് തിരിച്ചു വാങ്ങിച്ചു. അവർക്ക് എന്ത് നഷ്ടമായിരിക്കും? കാരണം അവർ കാശ് മുടക്കി ഇത്രയും സാധനങ്ങൾ വാങ്ങി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ഇതേ റിക്വയർമെന്റ്സോട് കൂടിയുള്ള ഒരു കസ്റ്റമറിന് ഇനി അടുത്ത് കിട്ടുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മാനസികാവസ്ഥ കൂടി നൽകുന്നത് മനസ്സിലാക്കുക. എന്തായാലും ഈ വീഡിയോയ്ക്ക് കമന്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.